നമസ്കാരം, ഞാൻ മുബാറക്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് കരോസൽ ആഡ് മറ്റ് ആഡ്സിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കാണാൻ പറ്റും ചില ആഡുകളിൽ ഒന്നിൽ കൂടുതൽ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളുടെ ആഡിലായിരിക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സർവീസോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾക്ക് വേണ്ടിയുള്ള ആഡൊക്കെ കരോസൽ ആഡായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ നമുക്ക് കരോസൽ ആഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. കരോസൽ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേജിലേക്ക് സ്വിച്ച് ചെയ്യുക. പേജിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ്സ് മാനേജർ എന്നുള്ള ആഡ്സ് മാനേജർ ക്ലിക്ക് ചെയ്യുക. ആഡ്സ് മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ്സ് അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് ഇവിടെ നിങ്ങളുടെ ആഡ്സ് അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കാണാൻ പറ്റും ക്യാമ്പയിൻസ് എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്യാം. ആഡ് അക്കൗണ്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫേസ്ബുക്കിൻ്റെ ബിസിനസ് മാനേജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫേസ്ബുക്കിൽ പേയ്മെൻറ്റ് മെത്തേഡ് റിലേറ്റഡുള്ള ഇഷ്യൂസ്, കാർഡിനോട് സപ്പോർട്ട് റിലേറ്റഡുള്ള ഇഷ്യൂസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസും നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ആഡ്സിനെ പറ്റിയുള്ള ഒരു പ്ലേലിസ്റ്റിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐക്കൺ ബട്ടണിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇവിടെ നിങ്ങൾ ക്യാമ്പയിൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് എന്നുള്ളത്. ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. കരോസൽ ആഡ് നിങ്ങൾക്ക് എല്ലാ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവയർനെസ് ക്യാമ്പയിനാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ക്യാമ്പയിൻ നെയിം എൻ്റർ ചെയ്യുക. ക്യാമ്പയിൻ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ബഡ്ജറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എത്രയാണോ ബഡ്ജറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ ആ ബഡ്ജറ്റ് കൊടുക്കുക. മിനിമം ഒരു 150 എങ്കിലും കൊടുക്കണം ഏത് ക്യാമ്പയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. ഞാനിവിടെ ഒരു 200 ആണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് ടൈം ചോദിക്കും, അതേപോലെ തന്നെ ഡേറ്റും ചോദിക്കും. നിങ്ങൾക്കത് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഡ് ഡേറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻഡ് ഡേറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് 14 ദിവസത്തിന് വേണം അല്ലെങ്കിൽ 30 ദിവസത്തിന് അത് കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഡേറ്റ് ആയിട്ട് കൊടുക്കാം. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്നുള്ളതൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൊക്കേഷൻ എന്നുള്ളത്. നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ എന്ന് വേണ്ടത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾ കേരള എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓഡിയൻസ് സജഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏജ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ജെൻഡർ സെലക്ട് ചെയ്യാം. ഡീറ്റെയിൽ ഡെമോഗ്രാഫി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റിൽ കൊടുത്തിട്ട് ഡീറ്റെയിൽ ഡെമോഗ്രാഫി സെറ്റ് ചെയ്യാം. അതായത് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ബിഹേവിയർ ബേസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് ജോബ് ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. എംപ്ലോയർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നീട് നിങ്ങൾ നേരെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടെല്ലാം തന്നെ സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങളോട് ചോദിക്കും ക്രിയേറ്റ് ആഡ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർമാറ്റ് എന്ന ഓപ്ഷൻ്റെ തൊട്ട് താഴെ കാണാൻ പറ്റും സിംഗിൾ ഇമേജ് ഓർ വീഡിയോ, കരോസൽ, കളക്ഷൻ. ഇതിൽ നിങ്ങൾക്ക് കരോസൽ ആഡാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ കരോസൽ ആഡ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ കരോസൽ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളോട് ഇവിടെ ചോദിക്കും കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. മിനിമം 2 കാർഡെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ആഡ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ആണോ അതല്ല ഇമേജ് ആണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ഇമേജാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നൊരു 2 ഇമേജസ് ചൂസ് ചെയ്യാണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഹെഡ്ലൈൻ കൊടുക്കാം, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഹെഡ്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇമേജിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കാണിക്കുക. അതേപോലെ തന്നെ ഞാൻ അടുത്ത കാർഡുകൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത കാർഡിന് വേണ്ടിയിട്ടുള്ള ഇമേജസുകൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഇമേജും മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഓരോ കാർഡുകളും ഡിഫറെൻറ്റുള്ള ഹെഡ്ലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ടു ഓൾ കാർഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കാൻ പറയും. പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോസ്റ്ററിൻ്റെ മുകളിലാണ് പ്രൈമറി ടെക്സ്റ്റ് വരിക. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ടെക്സ്റ്റ് എന്നുള്ളത്, അതായത് വാട്സ് ബട്ടൻ്റെ ഐക്കണിൻ്റെ അടുത്തുള്ള ആ ഒരു ഇതിലായിരിക്കും ടെക്സ്റ്റ് എന്നുള്ളത് വരിക. അപ്പോൾ ഈ പിന്നീട് നിങ്ങളോട് ചോദിക്കും കോൾ ആക്ഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പിലേക്കാണ് വരുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ വെബ്സൈറ്റിലേക്ക് കൊടുക്കാം. അതേപോലെ തന്നെ കോൺടാക്റ്റസ് പേജിലേക്കാണ് പോകേണ്ടതെങ്കിൽ കോൺടാക്റ്റസ് പേജിലേക്ക് കൊടുക്കാം.
നിങ്ങൾ ഈ കൊമേഴ്സ് വെബ്സൈറ്റിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ സ്റ്റോറിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കരോസൽ ആഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോപ്പ് നൗ എന്നോ അല്ലെങ്കിൽ ഓർഡർ നൗ എന്നുള്ളത് കൊടുക്കാം. നിങ്ങൾ ഈ കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിന് വേണ്ടിയിട്ടുള്ള കരോസലാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെൻറ്റ് URL ആയിരിക്കും. അതായത് പേജുകളുടെ URL വേണം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. താഴെ മെസ്സേജിങ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് എനിക്ക് URL കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഞാനിവിടെ മാറ്റിയിട്ട് വെബ്സൈറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പറ്റും സോഴ്സ് മോർ URL എന്നുള്ളതും. അതേപോലെ തന്നെ ഇവിടെ ഓരോ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള URL കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണ പറ്റി പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ടീഷർട്ടിൻ്റെ കളക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ ടീഷർട്ടിൻ്റെ പേജിലേക്ക് പോകാനുള്ള URL വേണം ഇവിടെ കൊടുക്കാൻ. അതേപോലെ തന്നെ പാൻറ്റിൻ്റെതാണെങ്കിൽ പാൻറ്റ്, ഷർട്ടിൻ്റെ ആണെങ്കിൽ ഷർട്ട്, ഷൂ ആണെങ്കിൽ ഷൂ, വാച്ചസ് ആണെങ്കിൽ വാച്ചസ്. അപ്പം ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ കാറ്റഗറിൻ്റെ URL വേണം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നത് ജസ്റ്റ് മെസ്സേജിങ് ആപ്പ് എന്നുള്ളത് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് നേരെ പബ്ലിഷ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ആഡ് പബ്ലിഷ് ആവും. പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇൻ റിവ്യൂവിലായിരിക്കും ഉണ്ടാവുക. അത് ഫേസ്ബുക്ക് നിങ്ങളുടെ ആഡ് വെരിഫൈ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു 2 hours ഉള്ളിൽ അത് ആക്ടിവേറ്റ് ആവും. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഡ് റിജക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പലരും ചോദിക്കാറുണ്ട്, എൻ്റെ ആഡ് റിവ്യൂവിലാണുള്ളത്, അതെന്തുകൊണ്ടാണ് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ റിവ്യൂ കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ആഡ് കാണാൻ പറ്റുള്ളൂ. മാത്രമല്ല നിങ്ങൾ ആഡ്സ് മാനേജർ വഴി ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സിസ്റ്റിംഗ് പോസ്റ്റ് അല്ലാതെ ക്രിയേറ്റ് ആഡ് വഴിയൊക്കെ ചെയ്യുന്ന ആഡുകൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ആഡ്സ് ലൈബ്രറിയിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു ചാനലിൽ നിന്ന് കോമ്പറ്റിറ്റർ ആഡ് എങ്ങനെ കാണാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ആഡ്സ് ലൈബ്രറി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.